Yes, once again, welcome back to Disha Academy. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. യെസ്, അപ്പം നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടും ഭംഗിയോടും കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, അപ്പോ സ്ക്രീനിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വിജയത്തിലേക്കുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷനെ കുറിച്ചാണ്. അപ്പൊ എന്ത് ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ? ഒരുപക്ഷെ നിങ്ങൾ വണ്ടർല അല്ലെങ്കിൽ ഏതെങ്കിലും അമ്യൂസ്മെന്റ് പാർക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് തരത്തിലുള്ള പാസുകളാണുള്ളത്. ഒന്ന് നോർമൽ പാസും രണ്ടാമത് ഈ ഫാസ്റ്റ് ട്രാക്ക് പാസും. അപ്പൊ നിങ്ങളൊരു നോർമൽ പാസ് ഹോൾഡർ ആണെങ്കിൽ ക്യൂവിൽ നിൽക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും, അപ്പുറത്തുള്ള ആൾക്കാരോട് ഇപ്പുറത്തുള്ള ആൾക്കാരോടൊക്കെ അടിയൊക്കെ ഉണ്ടാക്കി അവസാനം എങ്ങനെയൊക്കെയോ ആണ് ആ ഒരു റൈഡിൽ ഒന്ന് കയറി പറ്റാൻ സാധിക്കുക. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ, ഫാസ്റ്റ് ട്രാക്ക് കാർഡ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വന്നാൽ മാത്രം മതി, അവർ നിങ്ങളെ എത്രയും വേഗം റൈഡിൽ എത്തിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷന്റെ അല്ലെ ഫാസ്റ്റ് ട്രാക്ക് കാർഡിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നതും SSC എക്സാമുകളിലുള്ള അത്തരത്തിലുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷനെ കുറിച്ചാണ്. നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് എക്സലൻസ് അത് ആവറേജിലും താഴെയാണെന്നിരിക്കട്ടെ, കുഴപ്പമില്ല. കൃത്യമായിട്ടുള്ള ചിട്ടയുള്ള അധ്വാനം തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഫീൽഡിൽ വന്നപ്പോൾ ആ ദിവസങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കുക. എന്തെല്ലാം ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും സംശയങ്ങളുമായിരുന്നു അല്ലേ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ പലരുടെയും പുറകെ നടന്നിട്ടുണ്ടല്ലേ. ഞാൻ വന്നാൽ ആ മേഖല എനിക്ക് ശരിയാവുന്നതാണോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ആദ്യമായിട്ട് ഈ ഒരു എക്സാം എഴുതുന്ന ആളെ ഒന്ന് സങ്കല്പിക്കുക. അപ്പൊ അവരുടെ പ്രധാനമായിട്ടുള്ള ഡൗട്ടുകളും ആകുലതകളും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ കണക്കിനെ സംബന്ധിച്ചിട്ടാണ് അല്ലെ. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അവന്റെ ഒരു നൈറ്റ് മെയർ അല്ലെങ്കിൽ ദുസ്വപ്നം എന്ന് പറയുന്നത് ഈ കണക്കാണ്. കണക്ക് ഭയങ്കര കണക്കായി പോയി എന്നൊക്കെ പണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ. അന്ന് നമ്മൾ SSCക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു മറുചോദ്യം വരും, നിനക്ക് കണക്കറിയുമോ? കണക്കറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം കണക്കാണ് ഈ SSC എക്സാമിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറുണ്ട്. അങ്ങനെ കമന്റ്സ് പറയുന്ന ട്യൂട്ടേഴ്സിനെ വരെ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ കണക്കിൽ പുറകോട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. കണക്കിൽ പുറകോട്ട് നിൽക്കുന്ന ആളായിക്കോട്ടെ, അല്ല റീസണിങ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളായിക്കോട്ടെ, കുഴപ്പമില്ല, പ്രശ്നമില്ല, നോ ഇഷ്യൂസ്. കാരണം കണക്കില്ലാതെയും ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സംസാരിക്കുന്നത് മറ്റൊരു എക്സാമിനെ കുറിച്ചല്ല, മറിച്ച് MTS പോസ്റ്റുകളിലേക്ക്, ഹവൽദാർ പോസ്റ്റുകളിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന SSCയുടെ എൻട്രി ലെവൽ എക്സാമിനേഷൻ ആയിട്ടുള്ള SSC MTS എക്സാമിനെ കുറിച്ചാണ്. MTS സ്റ്റാൻഡ്സ് ഫോർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു എൻട്രി ലെവൽ എക്സാമിനേഷൻ ആണ്. എൻട്രി ലെവൽ. ഇതിൽ ഹവൽദാർ പോസ്റ്റുകളും വരുന്നുണ്ട് കേട്ടോ. ഒറ്റ എക്സാം ആണ്. MTS പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഹവിൽദാർ പോസ്റ്റുകൾക്കും ഈ ഒരു എക്സാമിനെ മുൻനിർത്തിയിട്ടാണ് സെലക്ഷൻ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഹവിൽദാർ എന്ന് പറഞ്ഞാൽ യൂണിഫോം പോസ്റ്റ് ആണ്. ഒരുപക്ഷെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇൻകം ടാക്സിന്റെ ഒക്കെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആ റെയ്ഡ് എക്സിക്യൂട്ട് ചെയ്യാൻ യൂണിഫോം ഇട്ട കുറച്ച് ഉദ്യോഗസ്ഥർ വരാറുണ്ട്. അവരെയാണ് നമ്മൾ ഹവിൽദാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റിലേക്കും സെലക്ഷൻ നടത്തപ്പെടുന്നത് ഈ എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ്. യെസ്, അപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ എന്ന് വിളിക്കാൻ മാത്രം MTS എക്സാം അത്ര സ്പെഷ്യൽ ആണോ? എന്താണ് അതിനെ മറ്റ് SSC എക്സാമുകളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്? നമുക്കൊന്ന് നോക്കാം MTS എക്സാമിന്റെ സ്പെഷ്യാലിറ്റീസ്. ഏറ്റവും ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നോ ഇന്റർവ്യൂ, നോ സ്കിൽ ടെസ്റ്റ്. നമുക്കറിയാം, ഇപ്പൊ ബാങ്കിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എക്സാം മാത്രം ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂ കൂടി കഴിയുമ്പോഴാണ് ജോലി കിട്ടുന്നത്. അല്ലെ, CGL CHSലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ അവരെന്ത് ചെയ്യണം? എക്സാം എഴുതുന്നതിനോടൊപ്പം തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ്, അവരുടെ സ്കില്ല് പരിശോധിക്കുന്ന ടൈപ്പിംഗ് ടെസ്റ്റും കൂടി പാസ്സാവണം. പക്ഷേ ഈ MTS എക്സാമിലേക്ക് വരുമ്പോൾ ഇത് രണ്ടുമില്ല, ആകെ ഒറ്റൊരു എക്സാം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സെലക്ഷൻ അത് പ്യുവർലി ആ എക്സാം ബേസ്ഡ് ആയിട്ടായിരിക്കും. രണ്ടാമത്തെ
മറ്റൊരു വലിയ പ്രത്യേകത, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രത്യേകത, ലോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ട, ഗ്രാജുവേഷൻ വേണ്ട. എനിക്കറിയാം ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും സാഹചര്യമൊക്കെ മോശമായതുകൊണ്ട് വീട്ടിലെ പ്രയാസമൊക്കെ കാരണം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാകാത്തവരുണ്ടാകാം. പേടിക്കണ്ട, ഇതിന്റെ ക്വാളിഫിക്കേഷൻ 10th പാസ്സാണ്. അംഗീകൃതമായിട്ടൊരു ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരാളാണ് നിങ്ങളെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഈ എക്സാം എഴുതാം. നിങ്ങളുടെ പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെ ആയിരിക്കണം കേട്ടോ. 10th പാസും നിങ്ങൾ ഈ ഒരു പ്രായപരിധിക്കുള്ളിൽ വരുന്ന ഒരാളുമാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ജനറലിന് അത് വരുന്നത് 18 മുതൽ 25 വരെയാണ് കേട്ടോ. അൺറിസർവ്ഡ് അഥവാ ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ച് അത് 18 മുതൽ 27 വരെയാണ് അതിന്റെ പ്രായപരിധി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് ജോബ് സെക്യൂരിറ്റി ആൻഡ് ഗവൺമെന്റ് ബെനിഫിറ്റ്സ്. ഞാൻ ഈ ഗവൺമെന്റ് എക്സാമുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തമാശ രൂപേണ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, എടാ നിങ്ങളൊരു എക്സാം ക്രാക്ക് ചെയ്ത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയ പിന്നെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗവൺമെന്റ് നിങ്ങളെ ദത്തെടുത്തു എന്നാണ്. പിന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിന്റെ മേൽനോട്ടവും ഗവൺമെന്റിന്റെ സഹായവും ഉണ്ടാവും. പ്രത്യേകിച്ച് പെൻഷൻ, ജോബ് സ്റ്റെബിലിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഈ പ്രൈവറ്റ് ജോബിനേക്കാളിലും കൂടുതൽ ആൾക്കാർ ഗവൺമെന്റ് ജോബിലേക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ ജോബ് സ്റ്റെബിലിറ്റിയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു, യു ആർ ഫയർഡ് എന്ന് ആരും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയില്ല. അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ ഒരു ലീവ്, ഒരു പ്രൈവറ്റ് ജോലിക്കാരനോട് പോയി ചോദിക്കുക ലീവ് എടുക്കുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പെയ്ഡ് ലീവാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, നമ്മൾ CGHS പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സിസ്റ്റം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ വരാതിരിക്കട്ടെ, എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള ആരോഗ്യപരമായ എന്ത് കാര്യങ്ങളിലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ CGHS ഭാഗമായിട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ സാലറിയുടെ കാര്യം, അട്രാക്റ്റീവ് സാലറി വിത്ത് അലവൻസസ്. സാലറി വരുന്നത് MTS 18,000 മുതൽ 50,000 വരെ. അപ്പൊ ഇത് ഈ ഒരു റേഞ്ചിലാണ് സാലറി വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്ത് വരുന്നുണ്ട്? ഡിയറൻസ് അലവൻസ് വരുന്നുണ്ട്, ഹൗസ് റെന്റ് അലവൻസ് വരുന്നുണ്ട്, ട്രാവൽ അലവൻസ് വരുന്നുണ്ട്. ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ആളെ സംബന്ധിച്ച് ഇൻഹാൻഡ് സാലറി വരുന്നത് ഏതാണ്ട് 27 മുതൽ 31 വരെയാണ്. നമ്പറൊക്കെ കറക്റ്റ് അല്ലേ? തെറ്റിച്ചെഴുതി എന്ന് പറഞ്ഞ ആരോട് തന്നെ പിണങ്ങരുത്. യെസ്, അപ്പം ആദ്യമായിട്ട് ഒരാളെ സംബന്ധിച്ച് ഒരു 27 മുതൽ 31 വരെ ഇൻഹാൻഡ് സാലറി കിട്ടും. അപ്പൊ ഈ ഡിയറൻസ് അലവൻസിനെ പറ്റി പറയാം. ഏതാണ്ടും 53%. അത്രയാണ് ഡിയറൻസ് അലവൻസ് വരുന്നത്. ഹൗസ് റെന്റ് ഏകദേശം 10 മുതൽ 30% വരെ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് സിറ്റിയിൽ ജോലി ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ട്രാവൽ അലവൻസ് ആയിട്ട് 900 മുതൽ 1,500 വരെയൊക്കെ ട്രാവൽ അലവൻസ് ആയിട്ടും നിങ്ങളുടെ സാലറിയുടെ കൂടെ തന്നെ കിട്ടും. പിന്നെ നമുക്കറിയാലോ ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആണ്. ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മാർക്ക് അധികം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു വിവിധങ്ങളായിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ സാധിക്കും. ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് പ്രൊമോട്ടഡ്, നിങ്ങൾ ആദ്യം പ്രൊമോട്ട് ചെയ്ത് LDC, UDC, പിന്നെ അങ്ങനെ പോകും കേട്ടോ. LDCയിൽ നിന്ന് UDCയിലേക്ക്, പിന്നെ അങ്ങനെ പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഷോർട്ട് ആൻഡ് സിമ്പിൾ എക്സാം പാറ്റേൺ. നമ്മുടെ CGL അല്ലെ CHSL എക്സാം പോലെ Tier 1, Tier 2 അങ്ങനെയൊന്നുമില്ല. ദർ ഇസ് ഓൺലി വൺ എക്സാം. ആ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ അടുത്ത വർഷം തന്നെ നിങ്ങൾ ഒരു ഗവൺമെന്റ് ശമ്പളക്കാരനായിട്ട് മാറും. ഓക്കെ, ഐഡിയൽ ഫോർ ബിഗിനേഴ്സ് അങ്ങനെ പറയാൻ കാരണം ഇതിന്റെ എക്സാം പാറ്റേൺ കൊണ്ടാണ്. ഇപ്പം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുസ്വപ്നം ഏതാണത്? കണക്കാണ്. കണക്ക് ഇവിടെ നമ്മൾ CGL-നും CHSL-നും ഈ കണക്കിനെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്.
എന്നാൽ ഈ MTS എക്സാമിൽ അതിനെ ബേസിക് ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ എലമെന്ററി മാത്തമാറ്റിക്സ് എന്നാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ വ്യത്യാസം വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ക്വിക്ക് റിസൾട്ട്സ് ആൻഡ് ജോയിനിങ്, കാലതാമസം എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തവർ അവരവരുടെ 2ാമത്തെ മാസത്തിന്റെ ശമ്പളം വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ വർഷം പാസ്സായവരാണ്. ഈ വീഡിയോ ഇടുന്ന സമയത്ത് 2ാമത്തെ മാസത്തിന്റെ സാലറി ചിലപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ നമുക്ക് അത്രയും ഫാസ്റ്റ് ആണ്. യെസ്, ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് MTS എക്സാമിനെ കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. നമുക്കിനി അതിന്റെ എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. യെസ്, അതിനു മുന്നേ SSC MTSന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ മാസം 26-ാം തീയതി റിലീസായ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള ഫേസ് ആണ്. കഴിഞ്ഞ മാസം 26 മുതൽ ഈ മാസം 24 വരെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. അപ്പോൾ 24 ആകാൻ വേണ്ടി കാത്തിരിക്കുമെന്ന് വേണ്ട. ഡെഡ് ലൈനിന് മുന്നേ തന്നെ വളരെ സേഫ് ആയിട്ട് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. അവസാന ദിവസങ്ങളിൽ റഷ് കൂടുതലായിരിക്കുന്ന സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഇനി താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ MTSന്റെയും ഹവിൽദാറിന്റെയും സാലറി സ്ട്രക്ചറും റോൾസുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നേരത്തെ സാലറി സ്ട്രക്ചർ അല്ലെങ്കിൽ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ 50,000 എന്ന് പറഞ്ഞിരുന്നത്. ചെറിയൊരു തിരുത്തുണ്ട്, അത് 56 ആണ്. വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ 56 വരെയാണ് അതിന്റെ സാലറി റേഞ്ച് വരുന്നത്. പിന്നെ ഒരു MTS ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു ഹവിൽദാർ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എവിടെയൊക്കെയാണ് എൻ്റെ സേവനം ആവശ്യമായിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നമ്മുടെ സേവനം ആവശ്യമാണ്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്, ട്രൈബ്യൂണൽസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലും ഒപ്പം നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിലും ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഈ ഒരു എക്സാം നമുക്ക് തരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യേണ്ടി വരിക ഒരു MTS അല്ലെങ്കിൽ ഒരു ഹവൽദാർ ജോലിക്കാരൻ എന്ന രീതിയിൽ? പ്രധാനമായിട്ടും വരുന്നത് MTSലെ പ്യൂണ്, ഓപ്പറേറ്റർ, ഓഫീസ് അസിസ്റ്റന്റ്. നമ്മൾ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയല്ലേ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ജോലികൾ എന്ന് പറയുന്നത്. പ്രധാന പ്യൂണ് തന്നെയാണ്, ഹെഡ് പ്യൂണ്, സാധാരണ പ്യൂണ്, ഇതൊക്കെയാണ് നമ്മുടെ ജോലിയായിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എക്സാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദർ ഈസ് ഓൺലി വൺ എക്സാം, ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ആ എക്സാം ഒറ്റ എക്സാം ആണെങ്കിൽ പോലും ആ എക്സാമിനെ 2 സെക്ഷൻസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. കൺഫ്യൂസ്ഡ് ആകരുത്. ഒറ്റ എക്സാമേ ഉള്ളൂ. ആ എക്സാമിനെ 2 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതിനകത്ത് ആ 2 സെക്ഷൻസും മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ആ 2 സെക്ഷൻസിനും കൂടി 90 ചോദ്യങ്ങൾ. ആ 90 ചോദ്യങ്ങൾ നേരിടാൻ നമ്മുടെ കൈവശമുള്ളത് 90 മിനിറ്റുകളാണ്. അത് ദാറ്റ്സ് എ ലോട്ട് ഓഫ് ടൈം അല്ലേ, ഒരുപാട് സമയമാണ്. CGL നമുക്കറിയാം 100 ചോദ്യം ചെയ്യേണ്ടത് 100 ചോദ്യം ചെയ്യേണ്ടത് 60 മിനിറ്റിലാണെങ്കിൽ ഇവിടെ ഓരോ ചോദ്യത്തിനും 1 മിനിറ്റ് എന്ന രീതിയിൽ അത്രയും സമയം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. മൊത്തം മാർക്ക് വരുന്നത് 270 ആണ്. ഇനി നമുക്ക് ഈ 2 സെക്ഷൻസിനെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. സെക്ഷൻ 1 പ്രധാനപ്പെട്ട ആൾക്കാർ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, കണക്ക്. പിന്നെ നമ്മുടെ സാധാരണ നമുക്ക് പരിചയമുള്ള നമ്മുടെ റീസണിങ്. ഓരോ വിഭാഗത്തിൽ നിന്നും 20 ചോദ്യങ്ങൾ വീതം. ഓരോ ചോദ്യത്തിനും 3 മാർക്ക്. 20 × 3 60. കണക്കിൽ നിന്ന് 60, റീസണിങ്ങിൽ നിന്ന്. അങ്ങനെ മൊത്തത്തിൽ അവിടെ സെക്ഷൻ 1 മാർക്ക് വരുന്നത് എത്രയാണെന്നറിയോ? 120. 60 120 അല്ലേ? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോ നെഗറ്റീവ് മാർക്കിംഗ്. എന്തില്ല? നെഗറ്റീവ് മാർക്കില്ല. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഉത്തരം തെറ്റായി പോയാൽ പോലും പിഴയായിട്ട് മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് സാരം. അതിന്റെ അർത്ഥം എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം. 40 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണോ? ചെയ്തോ, കുഴപ്പമില്ല. തെറ്റിയാലും കുഴപ്പമില്ല. പിഴയായിട്ട് നിങ്ങൾ മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം there is no negative marking. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എക്സാം ഒരു ക്വാളിഫയിങ് നേച്ചർ അടങ്ങിയിട്ടുള്ള എക്സാമാണ്. ക്വാളിഫയിങ് എക്സാം ആണ്.
ക്വാളിഫയിങ് എക്സാം എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഈ 120 കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ഉള്ളൊരു കളർ എടുക്കാം. 40% മാത്രം വാങ്ങിയാൽ മതി. 120 120 വാങ്ങിയാലും 120 40% മാർക്ക് വാങ്ങിയാലും തുല്യ പരിഗണനയാണ്. അവരാകെ ചെക്ക് ചെയ്യുന്നത് എന്തുമാത്രമാണ്? നിങ്ങൾ ഈ സെക്ഷൻ 1 ഈ 120 മൊത്തം മാർക്കിൽ 40% മാർക്ക് മാത്രം വാങ്ങിയിട്ടുണ്ടോ, അത് മാത്രമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഇത് ജനറൽ കാറ്റഗറിക്കാണ് ഈ 40% എന്നൊരു മാർക്കിന്റെ ഇത് വരുന്നത്. മറ്റുള്ളവർക്കത് അതേഴ്സിന് 35% അങ്ങനെയാണ് അത് വരുന്നത്. മറ്റു അതേഴ്സിന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അത് 35%, മൊത്തം 120. അപ്പൊ ഇത് ക്വാളിഫയിങ് നേച്ചർ ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതിൽ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ സെക്ഷൻ 2 നമ്മൾ നേടിയെടുത്ത ആ മാർക്ക് അവർ പരിഗണിക്കത്തുള്ളൂ. അപ്പൊ അത് പരിഗണിക്കണമെങ്കിൽ ഈ സെക്ഷൻ 1 ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത്രയും നിർദ്ദിഷ്ട മാർക്ക് വാങ്ങണം എന്ന് മനസ്സിലാക്കുക. ഇനി സെക്ഷൻ 2, ദ വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ പ്രധാനപ്പെട്ട ഭാഗത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ, അതൊന്ന് ജനറൽ അവയർനെസ്, 2 നമ്മുടെ പ്രിയപ്പെട്ട വിഷയം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ. ദ 2 ഡിസൈഡിങ് ഫാക്ടേഴ്സ്, നമ്മുടെ തലവര തീരുമാനിക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ നിന്ന് 25 ചോദ്യങ്ങൾ വീതം വരുന്നു. ഓരോ ചോദ്യത്തിനും വരുന്നത് 3 മാർക്ക്. അങ്ങനെ 75 നമ്മുടെ ജനറൽ അവയർനെസ്സിന്, 75 നമ്മുടെ പ്രിയപ്പെട്ട ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്ന് ഒരു 75. അങ്ങനെ 75 എത്രയാടാ? 150 മാർക്ക് കേട്ടോ. ഈ 150 മറ്റേ 120 കൂട്ടിയിട്ടാണ് ഞാൻ 270 ടോട്ടൽ മാർക്കാണെന്ന് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് ഈ സെക്ഷൻ 2 ആണ്. 150 നിങ്ങൾ എത്ര വാങ്ങി, 150 നിങ്ങൾ എത്ര വാങ്ങി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം. 150 നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വളരെ മുന്നിലെത്തും. ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പൊ 150 ഒരു സേഫ് മാർക്ക് എന്ന് പറയുന്നത് 130. അത്രയൊക്കെ വാങ്ങാൻ നമുക്ക് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് യു വിൽ ബി ഇൻ ദ സേഫ് സോൺ എന്ന് പറയാം. ഇവിടെ ചെറിയൊരു സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കുണ്ട്. അതില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് അല്ലേ? നെഗറ്റീവ് മാർക്കായിട്ട് ഇവിടെ കൊടുക്കേണ്ടി വരുന്നത് 1 മാർക്കാണ്. അതായത് തെറ്റിയാൽ 1 മാർക്ക് പോവും. നമ്മുടെ CGL എക്സാമിന് അത് 0.5 ആണ്. പക്ഷെ ഇവിടെ അത് കുറച്ചും കൂടി 1 മാർക്കാണ് അതിന്റെ നെഗറ്റീവ് മാർക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ ഈ സെക്ഷനിൽ പരമാവധി സ്കോർ ചെയ്യുക. അതിനെന്ത് വേണം? കൃത്യമായിട്ട് ഈ 2 വിഷയങ്ങളിൽ ഡീപ്പായിട്ടുള്ള അറിവ് എടുക്കണം. ഇത് ഈ മാത്സ് റീസണിങ് പോലെ വലിയ സങ്കീർണത ഇതിനകത്തില്ല. ഒരുപാട് കാര്യങ്ങൾ എന്താണ് പറയാ, ഭയങ്കര മെന്റലി ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ജനറൽ അവയർനെസ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. നല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 2 വിഷയങ്ങളാണ്. ഓക്കെ, മറ്റതുപോലെ ഭയങ്കര ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. യെസ്, അപ്പൊ ഈ 2 പാറ്റേണിനെ പറ്റി, ഈ നമ്മുടെ എക്സാമിന്റെ പാറ്റേണിനെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകേണ്ടത്. ഹൗ ഡു ഐ ക്രാക്ക് ദ SSC MTS എക്സാം? എങ്ങനെ എനിക്ക് ഈ MTS എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, യു മസ്റ്റ് നോ ദ സിലബസ്, യു മസ്റ്റ് നോ വാട്ട് ടു സ്റ്റഡി. എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായ ധാരണയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്തെടുക്കേണ്ടത്, വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് CGL-നോ CHSL-നോ അല്ല, MTS എക്സാമിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുകയാണ്. ഞാൻ നാളെ MTS-ന് വേണ്ടി പഠിക്കാൻ തുടങ്ങുന്നു. ആദ്യം എന്താ പഠിക്കുന്നത്? മാത്സിലെ അഡ്വാൻസ് ടോപ്പിക്സ് ആയിട്ടുള്ള ട്രിഗണോമെട്രി പോലുള്ള വലിയ സങ്കീർണമായിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കണോ? വേണ്ട. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ധാരാളമായിട്ട് വരില്ലെന്നേ ഇതിനകത്ത്. ഞാൻ പറയുന്നത് SSCയുടെ എല്ലാ പ്രധാനപ്പെട്ട എക്സാമുകളുടെയും സിലബസ് ഒരുപോലെയാണ്. പക്ഷേ എന്താണ് വ്യത്യാസപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവലാണ്. ഒരേ സിലബസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ തന്നെ, പക്ഷെ ഡിഫിക്കൽട്ടി ലെവൽ ഏറിയും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പം നിങ്ങൾ CGL-ന് പഠിക്കുന്നത് പോലെ അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് എന്തിനു പഠിക്കണ്ട? MTS-ന് വേണ്ടി പഠിക്കണ്ട. മാത്രമല്ല മാത്തമാറ്റിക്സ് അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ലതാനും.
നോമിനൽ മാത്രമാണ്, നോമിനൽ റോൾസ് മാത്രമാണ് ഈ റീസണിങ്ങിനും മാത്തമാറ്റിക്സിനും ഉള്ളതെന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇംഗ്ലീഷിനും ജനറൽ അവയർനെസ്സിനും. അപ്പൊ എന്ത് പഠിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. ഇനി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ലെറ്റർ എഴുതാനോ എസ്സേ എഴുതാനോ പഠിക്കണോ? നമ്മൾ ബാങ്ക് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്? അല്ല, MTS എക്സാമിന് വേണ്ടി. അപ്പൊ അത് വേണ്ട. അപ്പൊ എന്താണോ ഇതിനാവശ്യമായിട്ടുള്ളത് അങ്ങനെ ടൈലേർഡ് ആയിട്ട് പഠിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി എന്തു പഠിക്കണം എന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ടാവാം. അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഈ എക്സാമിന് വേണ്ടി പഠിച്ചൊരുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരുണ്ടാകാം. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറെ പ്രത്യേകമായിട്ട് SSC MTS വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങുന്നവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ദിശ അക്കാഡമി മെയ് മാസത്തിൽ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം മെയ് മാസം ആരംഭിച്ചു എന്ന് കരുതിയിട്ട് ക്ലാസ്സുകളൊക്കെ അങ്ങ് ദൂരത്തെത്തി എന്ന് വിചാരിക്കേണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതും നിങ്ങളുടെ സമയത്തിനനുസരിച്ചാണ്. മറ്റ് ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാകും, കുഴപ്പമൊന്നുമില്ലെന്ന്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങൾ വരുന്ന രീതിയിലായിരിക്കും ക്ലാസ്സസ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് മിസ്സായി, അയ്യോ, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിന്റെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സസ് 300 മണിക്കൂർ, അതായത് ലൈവ് ക്ലാസ്സിന് പുറമെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കും. അത് ആർക്ക് വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ഒരു ABCD അറിയാത്ത അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആൾക്കാർ, ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഫൗണ്ടേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം. MTSന് വേണ്ടി മാത്രം ഒരു കോഴ്സ് അത് വളരെ വിരളമാണ് അല്ലേ. അവിടെയാണ് ഈ ഒരു കോഴ്സ് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക, മനസ്സിലാക്കുക, ചോദിച്ചറിയുക. ഓക്കെ, യെസ്, വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഡിസൈഡിങ് ഫാക്ടേഴ്സ് അത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷുമാണ്. അതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നത് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. എന്തിനാണെന്നറിയോ? പണ്ട് ഈ കണക്ക് പഠിപ്പിച്ച സാർ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എടാ, നിനക്കൊരു വിഷയത്തിൽ 100-ൽ 100 മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കണക്ക് മാത്രമാണ്. അതേ രീതിയിൽ, അതേ വാക്കുകളല്ല, അതേ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ജനറൽ അവയർനെസ്സിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായിട്ട് ഒരുപക്ഷെ മുഴുവൻ മാർക്കെങ്കിലും വാങ്ങാൻ പറ്റുന്നത് അത് ജനറൽ അവയർനെസ്സിലല്ല, അത് ഇംഗ്ലീഷിലാണ്. ഇപ്പൊ 75 മാർക്ക് ഉണ്ടെന്ന്, 75 മാർക്കില് 75 വാങ്ങാൻ പറ്റുമെന്നേ. അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. ആ കാരണം പറഞ്ഞു തരാം. എന്താണ് GKയിൽ നിന്ന് ഇംഗ്ലീഷിനെ വ്യത്യാസമാക്കുന്നത്? അത് പ്രഡിക്റ്റബിൾ സിലബസ് ആണ്. GKയുടെ സിലബസ് അറിയാം, വാസ്റ്റ് ആണ്. അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് അല്ലെ. ഒരു കടല് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. വളരെ ചലഞ്ചിങ് ആണ്, ഒരുപാട് അധ്വാനം ആവശ്യമാണ്. പക്ഷെ ഇംഗ്ലീഷിന്റെ സിലബസ് വെൽ ഡിഫൈൻഡ് ആണ്, പ്രഡിക്റ്റബിൾ ആണ്. നമുക്കറിയാം, ഗ്രാമറിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വരും, പദാവലിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും, പിന്നെ കോംപ്രഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് ഫിക്സ്ഡ് ആണ്. സ്കോറിംഗ് ഭയങ്കര എളുപ്പമാണ്. സ്കോറിംഗ്, ഒരു GKക്ക് സ്കോർ ചെയ്യാന്ന് പറഞ്ഞ, ഇപ്പം GKയിൽ വളരെ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വരെ വളരെ ചലഞ്ചിങ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. മുഴുവൻ മാർക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് എന്നൊക്കെ പറയില്ല, അതാണ്. യെസ്, പക്ഷെ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം ഫ്യൂവർ സർപ്രൈസസ്, അതായത് ദ പാറ്റേൺ റയർലി ചേഞ്ചസ്. ദ പാറ്റേൺ വളരെ റയറായിട്ട് മാത്രമേ ഇംഗ്ലീഷിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഒരു സർക്കിളും, ഇതൊരു സർക്കിൾ. ഈ ഇട്ടാവട്ടത്തിൽ നിന്നേ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ, ഇതിന് പുറത്തേക്ക് ചോദ്യങ്ങൾ വരത്തില്ല. ഈ ഇട്ടാവട്ടത്തിന്റെ അതിർത്തികളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. GK പോലല്ല. GK എന്ന് പറഞ്ഞാൽ അവിടെ നോക്കി ഇവിടുന്ന് നോക്കി ഇവിടുന്ന് നോക്കി അങ്ങനെ പോകും. ഇതിനൊരു കൃത്യമായ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നേ ചോദ്യം ചോദിക്കത്തുള്ളൂ. പിന്നെ ബെറ്റർ റിട്ടേൺ ഓൺ പ്രിപ്പറേഷൻ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മാർക്കിൽ ഉണ്ടാകുന്ന പ്രകടമായ വ്യത്യാസങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് a few hours of focused English revision, visible score improvement. നിങ്ങൾ GK മല്ലിട്ട് പഠിച്ചാലും ഒരുപക്ഷെ നിങ്ങളുടെ മാർക്ക് ഉയരണമെന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ GKയുടെ സിലബസ് പ്രഡിക്റ്റബിൾ അല്ല. ഇപ്പൊ പുതിയതായിട്ട് ഒരു ചോദ്യം വന്നു, ആ മേഖലയും കൂടി സിലബസിന്റെ ഭാഗമാകുകയാണ്. ഒരു ഷിഫ്റ്റിൽ ഒരു മേഖലയുമായിട്ടൊരു ചോദ്യം വന്നു,
ഇനി അടുത്തത് പഠിക്കുമ്പോൾ ആ മേഖലയും കൂടി പഠിക്കണം. ഇതിങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇംഗ്ലീഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നിയമം പഠിച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കില്ലേ? പിന്നത്തെ ആഴ്ച അത് മാറ്റി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് അല്ലേ? വളരെ കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇംഗ്ലീഷിൻ്റെത്. യെസ്, ഓക്കെ. ഇനി ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങളുടെ ടൈപ്പുകൾ വളരെ വേഗത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞു വരാം. സ്പോട്ട് ദ എറർ, അതായത് ഒരു സെന്റൻസിനെ 4 തരംതിരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ A, B, C അങ്ങനെയൊക്കെ. ചിലപ്പോൾ നോ എറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. യെസ്, തെറ്റ് എവിടെയാണെന്ന് മാത്രം സ്പോട്ട് ചെയ്താൽ മതി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അതേപോലെ തന്നെയാണ്. ഒരു സെന്റൻസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ടായിരിക്കും. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻസും തരും, നമ്മളത് ഫില്ല് ചെയ്യുക. പര്യായ പദങ്ങളും വിപരീത പദങ്ങളും, പിന്നെ സ്പെല്ലിംഗ് ഡിറ്റക്ഷൻ ഉണ്ട്, ഇഡിയംസ് ശൈലികളുണ്ട്, പിന്നെ ഒറ്റവാക്കിൽ ചുരുക്കുന്ന പരിപാടിയുണ്ട്. ഇതൊക്കെ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യ ടൈപ്പുകളാണ് കേട്ടോ. യെസ്, ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസ്, ഭാഗികമായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥപൂർണ്ണമല്ലാത്തൊരു സെന്റൻസ് തരും. 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് അതിനെ ഇംപ്രൂവ് ചെയ്യുക ഒറിജിനൽ സെന്റൻസിന്. അതുപോലെ തന്നെയാണ് ഫ്രേസ് ഇംപ്രൂവ്മെന്റും. പിന്നെ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു പാസേജിനെ തെറ്റായിട്ട് ഓർഡർ ഇല്ലാതെ ഇങ്ങനെ ഷഫിൾ ആക്കി തരും. നമ്മൾ അതിന്റെ കൃത്യമായിട്ട് ഓർഡർ കണ്ടെത്തുക. ക്ലോസ് ടെസ്റ്റ് എല്ലാ ഷിഫ്റ്റുകളിലും ചോദിക്കുന്നതാണ് ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പാസേജ് ഉണ്ടാവും, ആ പാസേജിന്റെ ചില ഇടങ്ങളിൽ ബ്ലാങ്ക് ആയിരിക്കും. ഓരോ ബ്ലാങ്കിനും 4 ഓപ്ഷൻ എന്ന രീതിയിൽ തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. യെസ്, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യന്റെ ടൈപ്സ്. വിശദമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. മറ്റൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. യെസ്, ഇനി ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും 2 മേഖലകളിൽ നിന്നാണ്. ഒന്ന് ഗ്രാമർ പാർട്ട്, 2 വൊക്കാബുലറി. ഗ്രാമർ പാർട്ടിൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അത് നമ്മളങ്ങ് പഠിച്ചാൽ മതിയെന്നേ. മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. കുറച്ച് വെർബും കുറച്ച് ടെൻസിന്റെ കുറച്ച് കാര്യങ്ങളും, സബ്ജക്റ്റ് എന്താന്നും വെർബ് എന്താന്നും ഒബ്ജക്റ്റ് എന്താന്നൊക്കെ പഠിച്ച് ഈ ഗ്രാമറിലെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിൽ മൈനർ റൂൾസും ഉണ്ട്, ചെറിയ നിയമങ്ങളുണ്ട്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പോലെയുള്ള മേജർ റൂൾസും ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ വൊക്കാബുലറി അഥവാ പദശേഖരം, നമ്മുടെ പദശേഖരം എത്രത്തോളം ഉണ്ടെന്ന് അവർ ടെസ്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പദശേഖരമുണ്ട് അല്ലേ? എനിക്കറിയാവുന്ന കുറച്ച് സെറ്റ് ഓഫ് വാക്കുകളുണ്ട്, അതിനൊരു പരിധിയുണ്ട്. അപ്പം അത് എത്രത്തോളമാണെന്നാണ് എക്സാമിന് ചോദിക്കുന്നത്. അത് വിപരീത പദങ്ങൾ ചോദിച്ചുകൊണ്ടാകാം, പര്യായ പദങ്ങൾ ചോദിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ ഒറ്റ വാക്കിൽ ചുരുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടാകാം. അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ പദശേഖരം എത്രത്തോളം ഉണ്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാം. ഓക്കെ, യെസ്. അപ്പൊ ആ 2 ഡിവിഷൻസ് കൃത്യമായിട്ട് 2 ഡിവിഷൻ മനസ്സിലാക്കുക. യെസ്, ഓരോ ഷിഫ്റ്റിലും ഈ ഗ്രാമറിൽ നിന്ന് വൊക്കാബുലറിയിൽ നിന്ന് കോംപ്രഹെൻഷനിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വരുന്നുണ്ടെന്നാണ് പൊതുവേ ഉള്ളൊരു കണക്കാണിത്. എക്സാക്ട്ലി അങ്ങനെ വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അത് ഏകദേശം ഒരു കണക്കാണ് കേട്ടോ. ഇത് ചിലപ്പോൾ മാറിയും വരാം. ചില ഷിഫ്റ്റുകളുടെ പ്രത്യേകത അത് വൊക്കാബുലറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഷിഫ്റ്റുകളായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ചില ഷിഫ്റ്റുകൾ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഷിഫ്റ്റുകളായിരിക്കും. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം രണ്ടും ഏറെ പ്രാധാന്യത്തോടു കൂടി കാണണം. എന്നാൽ ഞാൻ ഗ്രാമർ മാത്രമേ പഠിക്കുന്നുള്ളൂ, വൊക്കാബുലറി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. രണ്ടും വേണം. രണ്ടും 2 ചിറകുകളാണ്. ഒറ്റ ചിറക് വെച്ച് പറക്കാൻ പറ്റില്ലല്ലോ, 2 ചിറകും വേണം. ഓക്കെ, 10 മുതൽ 12 വരെ ഗ്രാമറിൽ നിന്ന് വരാറുണ്ട്, വൊക്കാബുലറിയിൽ നിന്ന് അതിനോട് അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. 8 മുതൽ 10 വരെ വരാറുണ്ട്. ചിലപ്പോൾ ഇതിങ്ങനെ മാറി വരാം. വൊക്കാബുലറിയിൽ നിന്ന് 10 മുതൽ 12 വരെ വരാം, ഗ്രാമറിൽ നിന്ന് 8 മുതൽ 10 അങ്ങനെയും വരാം. കോംപ്രഹെൻഷൻ്റെ ഒരു 3, 4, 5 ചോദ്യങ്ങൾ വരും. മിക്കവാറും ക്ലോസ് ടെസ്റ്റ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. യെസ്, ഇനി എന്ത് പഠിക്കണം, എന്താണ് ഞാൻ പഠിക്കേണ്ടത്? ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖലകളാണ് ഞാനിന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചിലത് ഞാൻ വളരെ എളുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതാണ് ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ. അപ്പം നമ്മൾ ഒരു എൻട്രി ലെവൽ എക്സാമിനല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഈ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട, ഈ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇതിന് ഓരോന്നും കൃത്യമായിട്ടുള്ള ടൈപ്സ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. അത് പഠിക്കുക. അത് പഠിച്ചാൽ ഈ ഭാഗവും അത് പഠിക്കുക. ഇഷ്ടംപോലെ ബുക്കുകൾ ഉണ്ടെന്നേ, ഇഷ്ടംപോലെ ബുക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. യെസ്, ഓക്കെ. അതിൽ തന്നെ മറ്റു ചില ടോപ്പിക്കുകളുണ്ട്.
സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ പഠിക്കുക. ടെൻസസ്, ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഇഫ് ക്ലോസസ്, ക്വസ്റ്റ്യൻ ടാഗ്. ഇതൊന്നും വലിയ ഗഹനമായിട്ട് ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള എന്താണ് പറയുക, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും നോക്കി വെച്ചാൽ മതി കേട്ടോ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, യെസ്. ഇനി കുറച്ച് അഡ്വാൻസ് ടോപ്പിക്കുകളുണ്ട് ഇംഗ്ലീഷിൽ അല്ലേ? ഏതൊക്കെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്? അഡ്വാൻസ് ടോപ്പിക്സ് നമ്മുടെ വോയിസസ്, അതായത് ആക്റ്റീവ് ആൻഡ് പാസീവ്. അതുപോലെ നറേഷൻ, നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇൻവേർഷൻ, തലതിരിഞ്ഞ് വെർബ് സബ്ജക്റ്റിന് മുന്നേ വരുന്ന പ്രതിഭാസം. അപ്പം ഈ ടോപ്പിക്കുകളും വലിയ ആഴത്തിൽ പഠിക്കണ്ട. ഇതെന്താണെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട മൈനർ റൂൾസ് പരിചയപ്പെട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് അത്ര വലിയ ചോദ്യങ്ങളൊന്നും വരില്ല, ചെറിയ എക്സാം ആയതുകൊണ്ട് തന്നെ. അപ്പം എന്നാലും ഇത് അറിഞ്ഞിരിക്കുക. പിന്നെയുള്ളത് വൊക്കാബുലറി ആണ് അല്ലേ? വൊക്കാബുലറി ഇതാരുടെയും ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഒരു ഭാഷയിലെ വാക്കുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണോ? അല്ല. ഇപ്പം ഹിന്ദി എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, പക്ഷെ ഹിന്ദിയിലെ കുറച്ച് വാക്കുകൾ പഠിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 മുതൽ 12 വാക്കുകൾ മാത്രം പോരാ, അതിനകത്ത് ശൈലികളും വരണം. വാക്കുകൾ പ്ലസ് ശൈലികൾ, ഇതൊരു 10-12 വെച്ച് ഡെയിലി നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. ഒരു വീക്ക് ആവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയായി? ഒരു വീക്ക് ആകുമ്പോൾ എത്ര കിട്ടൂടാ? ഒരു ദിവസം 10 എണ്ണം വെച്ച് പഠിച്ചാൽ 70+ കിട്ടും അല്ലേ? ഒരു മന്ത് ആവുമ്പോഴോ അതിൻ്റെ എണ്ണം 300+ ആയി. എക്സാമിന് ഇനിയും ദിവസങ്ങളുണ്ട്, സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയത്താണ് ഇത് നടക്കുക, MTS എക്സാം. അപ്പൊ അപ്പോഴേക്ക് ഇന്ന് തൊട്ട് ഈ നിമിഷം, ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ അത്തേക്കും ഒരു 10-600 അല്ല 800 വാക്ക് അത്രയും കിട്ടും മൊത്തം. നോക്കൂ, 800 വാക്കുകളും അല്ല, അത് 800 വാക്കുകൾ അല്ല ശൈലികൾ അത്രയും നിങ്ങൾക്ക് അറിയാം. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്, വലിയൊരു മുതൽക്കൂട്ടാണ്. അല്ലാണ്ട് ചിലരെങ്കിലും വിചാരിക്കുന്ന എക്സാമിന് ഒരു തലേ ദിവസം ഒരു 2 ആഴ്ച മുമ്പ് പഠിക്കുക, ഇത് യൂണിവേഴ്സിറ്റി എക്സാമോ 10ാം ക്ലാസ് പരീക്ഷ അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ വളരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ദീർഘകാലത്തുമുള്ള പ്രിപ്പറേഷൻ ആവശ്യമുള്ള എക്സാംസ് ആണ്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം ഈ ഒരു രീതിയിൽ വൊക്കാബുലറി പഠിക്കുക. അപ്പം റെലവൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൂടുതലുള്ള വാക്കുകൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതെവിടുന്ന് കിട്ടുക? ബ്ലാക്ക് ബുക്ക്. ഒരു കറുത്ത ബുക്കുണ്ട്, അതിൻ്റെ പേര് ബ്ലാക്ക് ബുക്ക് എന്നാണ്. ആ ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ SSC എക്സാമുകളിൽ എന്തെല്ലാം വാക്കുകൾ ചോദിച്ചിട്ടുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് ആ ഒരു സമാഹാരമുള്ള ഒരു ബുക്കാണ് എന്ത്? ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത്. മാർക്കറ്റിലൊക്കെ കിട്ടും. നമ്മൾ എന്തിനെല്ലാം പൈസ ചിലവാക്കുന്നത്? നമ്മുടെ ചായ കുടിക്കാനും കടി വാങ്ങി കഴിക്കാനും മന്തി കഴിക്കാനും ഒക്കെ എത്രയോ പൈസ കളയുന്നുണ്ട്. ഒരു 100-200 രൂപ വരുന്നുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഒരു കോപ്പി വാങ്ങി വെക്കുക, അതിൽ നിന്ന് വാക്കുകൾ തിരഞ്ഞെടുത്ത് ഒരു 10-12 എന്ന രീതിയിൽ ഡെയിലി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇംഗ്ലീഷ് വളരെ എളുപ്പമാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഇനി തുടങ്ങിയാലും കുഴപ്പമില്ല, ആദ്യത്തെ ദിനങ്ങളിൽ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുക, ഗ്രാമർ വശപ്പെടുത്തിയെടുക്കുക. അത് വശപ്പെടുത്തിയെടുത്തിയാൽ നോ വൺ ഈസ് ഗോയിങ് ടു ടേക്ക് ദാറ്റ് ഫ്രം യു. ആരും നിങ്ങളിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. അതൊരു എന്താണ് പറയുക, നമ്മുടെ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മനസ്സിലിരുന്നോളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആകെ ഒരു വിഷയം മാത്രം നോക്കിയാൽ മതി, ഏത്? ജനറൽ അവയർനെസ്. അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വൊക്കാബുലറി. അപ്പം ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇംഗ്ലീഷിലെ ഗ്രാമർ വശപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അത് ആദ്യം ചെയ്യുക.
ശേഷം ജനറൽ അവയർനെസ്സും വൊക്കാബുലറിയും അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യങ്ങളും സംസാരിച്ച എല്ലാ വിഷയങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ഹാപ്പി ലേണിംഗ്.